ഓക്കെ, നമ്മളിവിടെ കാർഡിനാലിറ്റി ഓഫ് സെറ്റ്സ് എന്നുള്ള ടോപ്പിക്കാണ് ആദ്യം നമ്മൾ നോക്കുന്നത്. സെറ്റിന്റെ കാർഡിനാലിറ്റി എന്ന് പറയുമ്പോൾ ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ, ആ സെറ്റിലുള്ള എലമെന്റ്സിന്റെ എണ്ണം, നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദ സെറ്റ്, അതാണ് കാർഡിനാലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി സെറ്റിന്റെ കാർഡിനാലിറ്റിനെ ബേസ് ചെയ്ത് രണ്ട് തരത്തിലുള്ള സെറ്റാണുള്ളത്, ഫൈനൈറ്റ് സെറ്റും ഇൻഫൈനൈറ്റ് സെറ്റും. അപ്പൊ അത് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് കൗണ്ടബിലിറ്റി ആണ്. കൗണ്ടബിൾ എന്ന് ഉദ്ദേശിക്കുന്നത് എണ്ണാൻ പറ്റുന്നത്. അപ്പോൾ അൺകൗണ്ടബിൾ എന്ന് പറയുമ്പോഴോ എണ്ണാൻ പറ്റാത്തത്. കൗണ്ടബിൾ സെറ്റ്സ് രണ്ട് തരത്തിലുണ്ട്. ഒന്ന്, എല്ലാ ഫൈനൈറ്റ് സെറ്റുകളും, ഫൈനൈറ്റ് സെറ്റ് എന്ന് പറയുമ്പോൾ കൃത്യമായ കുറച്ച് എലമെന്റ്സ് മാത്രം അടങ്ങിയിട്ടുള്ള സെറ്റാണ് ഫൈനൈറ്റ് സെറ്റ്. ഫൈനൈറ്റ് സെറ്റുകളെല്ലാം തന്നെ കൗണ്ടബിൾ സെറ്റ്സ് ആണ്. അതേപോലെ വേറൊരു കാറ്റഗറിയാണ് കൗണ്ടബിളി ഇൻഫൈനൈറ്റ്. കൗണ്ടബിളി ഇൻഫൈനൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എണ്ണാൻ പറ്റും, പക്ഷെ എണ്ണി തീർക്കാനായിട്ട് പറ്റില്ല. അങ്ങനെ ഒരു രീതിയിൽ വരുന്ന സെറ്റുകളാണ് കൗണ്ടബിളി ഇൻഫൈനൈറ്റ്. അതും അതെ കൗണ്ടബിൾ സെറ്റ്സ് ആണ്. അതും അതെ കൗണ്ടബിൾ സെറ്റ്സ് ആയിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റും. അപ്പോൾ ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ഉള്ള സെറ്റാണ് ഫൈനൈറ്റ് സെറ്റ്സ്, അതും കൗണ്ടബിൾ ആണ്. അതേപോലെ തന്നെ ഇൻഫൈനൈറ്റ് സെറ്റ് ആണെങ്കിലും കൗണ്ട് ചെയ്യാൻ പറ്റുന്ന, എണ്ണാൻ പറ്റുന്ന സെറ്റുകളാണ് കൗണ്ടബിളി ഇൻഫൈനൈറ്റ്, അതും കൗണ്ടബിൾ സെറ്റ്സ് ആണ്. ഇനി അൺകൗണ്ടബിൾ സെറ്റ്സ് എന്ന് പറയുന്നതോ, അൺകൗണ്ടബിൾ സെറ്റ്സ് എന്ന് പറയുന്നത് എണ്ണാനേ പറ്റാത്ത സെറ്റാണ്. എ സെറ്റ് ദാറ്റ് ഇസ് നോട്ട് കൗണ്ടബിൾ ഇസ് കോൾഡ് അൺകൗണ്ടബിൾ. എണ്ണാൻ പറ്റാത്ത സെറ്റുകളെയാണ് അൺകൗണ്ടബിൾ സെറ്റ്സ് എന്ന് പറയുന്നത്. ഇനി സാധാരണ നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നതാണ് സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുക, അല്ലെ? 1, 2, 3 അങ്ങനെയാണല്ലോ നമ്മൾ കൗണ്ട് ചെയ്യുക. അപ്പോൾ എപ്പോഴും നമ്മൾ കൗണ്ടബിൾ ആണെന്ന് പറയുമ്പോൾ അവിടെ നാച്ചുറൽ നമ്പേഴ്സുമായിട്ട് ഒരു 1 1 on 2 ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റണം. അതായത് സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സുമായിട്ട് നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ഫംഗ്ഷൻ അവിടെ ഉണ്ടെങ്കിലാണ്, അല്ലെങ്കിൽ ഒരു സെറ്റിനെ നാച്ചുറൽ നമ്പേഴ്സുമായിട്ട് ഒരു 1 1 on 2 കറസ്പോണ്ടൻസ് നമുക്ക് കിട്ടുമെങ്കിൽ മാത്രമേ ആ സെറ്റ് നമ്മൾ കൗണ്ടബിൾ ആണെന്ന് പറയുള്ളൂ, അല്ലെ? ശരിയല്ലേ? ഇത് ഒന്നാമത്തെ, ഇത് രണ്ടാമത്തെ, ഇത് മൂന്നാമത്തെ എന്ന് പറഞ്ഞ ഒരു കറസ്പോണ്ടിങ് അസൈനിങ് നമുക്ക് അവിടെ പോസിബിൾ ആവണം. അങ്ങനെയുള്ള സെറ്റുകളൊക്കെ കൗണ്ടബിൾ സെറ്റ് ആയിരിക്കും. അതിൽ ഫൈനൈറ്റ് സെറ്റുകളും കൗണ്ടബിളി ഇൻഫൈനൈറ്റ് സെറ്റുകളും വരും. എണ്ണാൻ പറ്റാത്ത സെറ്റുകളാണ് അൺകൗണ്ടബിൾ സെറ്റ്സ് എന്ന് പറയാം. ഇനി നമുക്ക് ഇതിന്റെ രണ്ട് എക്സാമ്പിൾസ് നോക്കി നോക്കാം. ഫോർ എക്സാമ്പിൾ സെറ്റ് എ ബി സി, ഇതൊരു ഫൈനൈറ്റ് സെറ്റ് ആണ്. ഇതിന്റെ കാർഡിനാലിറ്റി നിങ്ങൾക്ക് അറിയാം 1 2 3, കാർഡിനാലിറ്റി 3 ആണ്. ഇനി സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് നിങ്ങൾക്ക് അറിയാം, എണ്ണാൻ പറ്റും അല്ലെ? 1 2 3 4, പക്ഷെ എണ്ണി തീർക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് കൗണ്ടബിളി ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള സെറ്റ് ആണ്. അതേപോലെ സെറ്റ് ഓഫ് ഓൾ ഇൻഡിജേഴ്സും കൗണ്ടബിളി ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള സെറ്റ് ആണ്. ഇനി അൺകൗണ്ടബിൾ സെറ്റിന്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്, അതേപോലെ തന്നെ സെറ്റ് ഓഫ് ഓൾ ഇറാഷണൽ നമ്പേഴ്സ് ഒക്കെ അൺകൗണ്ടബിൾ സെറ്റിന്റെ എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റും. സോ എപ്പോഴും അതെ നാച്ചുറൽ നമ്പേഴ്സുമായിട്ട് ഒരു 1 1 കറസ്പോണ്ടൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ആ സെറ്റ് നമ്മൾ കൗണ്ടബിൾ സെറ്റ് ആണ് എന്ന് പറയൂ. അടുത്തതൊരു ക്വസ്റ്റ്യൻ ആണ്, ഷോ ദാറ്റ് ദ സെറ്റ് ഓഫ് ഓഡ് പോസിറ്റീവ് ഇൻഡിജേഴ്സ് ഇസ് എ കൗണ്ടബിൾ സെറ്റ്. നമ്മുടെ സെറ്റ് ഏതാണ്? ഓഡ് പോസിറ്റീവ് ഇൻഡിജേഴ്സ്. ഓഡ് പോസിറ്റീവ് ഇൻഡിജേഴ്സ് ഒരു കൗണ്ടബിൾ സെറ്റ് ആണെന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. അപ്പൊ നമ്മൾ പറഞ്ഞു കൗണ്ടബിൾ ആണെന്ന് കാണിക്കാൻ എപ്പോഴും നാച്ചുറൽ നമ്പേഴ്സുമായിട്ട് ഒരു 1 1 on 2 ഫംഗ്ഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റിയാൽ നമുക്ക് അത് കൗണ്ടബിൾ ആണ് എന്ന് പറയാനായിട്ട് പറ്റും. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഡ്യൂട്ടി ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ്. സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സും അതേപോലെ തന്നെ ഓഡ് പോസിറ്റീവ് ഇൻഡിജേഴ്സും തമ്മിൽ മാപ്പ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുക. ആ ഫംഗ്ഷൻ 1 1 on 2 ആണെങ്കിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും നമ്മുടെ ഓഡ് പോസിറ്റീവ് ഇൻഡിജേഴ്സിന്റെ സെറ്റ് കൗണ്ടബിൾ ആണ് എന്ന് പറയാനായിട്ട് പറ്റും. അതിനു വേണ്ടിയിട്ട് ജസ്റ്റ് നോക്കി നോക്കുക, നമ്മളൊരു ഫംഗ്ഷൻ എഫ് ഡിഫൈൻ ചെയ്യാൻ പോവാണ്. ഫ്രം സെഡ് പ്ലസ് എന്ന് പറയുമ്പോൾ നാച്ചുറൽ നമ്പേഴ്സിൽ നിന്ന് സെറ്റ് ഓഫ് ഓൾ ഓഡ് പോസിറ്റീവ് ഇൻഡിജേഴ്സിലേക്ക് നമ്മളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പോവാണ് സച്ച് ദാറ്റ് എഫ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു 2n - 1. ഇവിടെ സെറ്റ് എന്ന് പറയുന്നത് ഓഡ് പോസിറ്റീവ് ഇൻഡിജേഴ്സ് ആണല്ലോ. അപ്പൊ 2n - 1 എന്ന് പറയുന്നത് എന്തായാലും ഓഡ് നമ്പർ ആണ് നമുക്ക് കിട്ടുക. അപ്പൊ എല്ലാ നാച്ചുറൽ നമ്പർ എന്നിനെയും ഓഡ് പോസിറ്റീവ് ഇൻഡിജർ 2n - 1ലേക്ക് അസൈൻ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ n 1 ആവുമ്പോൾ എഫ് ഓഫ് 1 നമുക്ക് 1 കിട്ടും. n is equal to 2 ആവുമ്പോൾ എഫ് ഓഫ് 2 എന്ന് പറയുന്നത് നമുക്ക് 3 ആണ് കിട്ടുക. n is equal to 3 ആവുമ്പോൾ എഫ് ഓഫ് 3 എന്ന് പറയുന്നത് നമുക്ക് 5 ആണ് കിട്ടുക. n is equal to 4 ആവുമ്പോൾ എഫ് ഓഫ് 4 എന്ന് പറയുന്നത് നമുക്ക് 7 ആണ് കിട്ടുക. അങ്ങനെ നമുക്ക് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ശരിയല്ലേ?
ഇനി അപ്പൊ നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. അടുത്ത സ്റ്റെപ്പ് ഇത് 1 1 ഓൺ 2 ആണെന്ന് തെളിയിക്കണം. അങ്ങനെ തെളിയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗിവൺ സെറ്റ് കൗണ്ടബിൾ സെറ്റ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് 1 1ന്റെ ഡെഫിനേഷൻ എന്താണ്? If f of x1 is equal to f of x2, then x1 is equal to x2. ഇങ്ങനെ കിട്ടിയാലാണ് 1 1 ആയിട്ട് നമ്മൾ തെളിയിക്കുക. ശരിയല്ലേ? അപ്പൊ സപ്പോസ് ദാറ്റ് f of n is equal to f of n. അങ്ങനെയാണെങ്കിൽ 2n minus 1 is equal to 2m minus 1, which implies n is equal to m എന്ന് കിട്ടും. അതായത് നമ്മുടെ ഫംഗ്ഷൻ 1 1 ആണെന്ന് കിട്ടും. ഇനി ഓൺ 2 ആണെന്ന് തെളിയിക്കാനായിട്ട് ഏതൊരു ഓഡ് പോസിറ്റീവ് ഇൻറ്റിജർ r എടുത്താലും r is equal to 2k minus 1 നമ്മൾ എടുത്താലും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പോസിറ്റീവ് ഇൻറ്റിജർ k നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും, സച്ച് ദാറ്റ് f of k is equal to 2k minus 1 is equal to r അല്ലേ? അപ്പൊ നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഓൺ 2 ആയി. അതായത് ഏതൊരു ഓഡ് പോസിറ്റീവ് ഇൻറ്റിജർ r എടുത്താലും ബൈ ദിസ് ഫംഗ്ഷൻ f of k നമുക്ക് ഒരു പോസിറ്റീവ് റിയൽ നമ്പർ k കണ്ടുപിടിക്കാനായിട്ട് പറ്റും, സച്ച് ദാറ്റ് 2k minus 1 is equal to r. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഫംഗ്ഷൻ ഓൺ 2 ആണെന്ന് പറയാം. അതായത് നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആയിട്ട് ഒരു 1 1 ഓൺ 2 കറസ്പോണ്ടൻസ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റി. ദെയർഫോർ നമ്മുടെ സെറ്റ് ഓഫ് ഓൾ ഓഡ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നത് കൗണ്ടബിൾ ആണ് എന്ന് നിങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ഐ ഹോപ്പ് ദിസ് ക്വസ്റ്റൻ ഇസ് ക്ലിയർ ടു യു പീപ്പിൾ. ഇനി അടുത്ത ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഷോ ദാറ്റ് സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സ് ഇസ് കൗണ്ടബിൾ. എല്ലാ ഇൻറ്റിജേഴ്സും കൗണ്ടബിൾ ആണെന്നാണ് തെളിയിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഇൻറ്റിജേഴ്സ് ലിസ്റ്റ് ഔട്ട് ചെയ്യാണ്. ലിസ്റ്റ് ഔട്ട് ചെയ്യുന്ന രീതി ഇതാണ്, ശ്രദ്ധിക്കുക. 0 1 -1 2 -2 എക്സെട്ര. ഈ രീതിയിലാണ് നമ്മൾ ഇൻറ്റിജേഴ്സ് ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നത്. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സെറ്റും നാച്ചുറൽ നമ്പേഴ്സുമായിട്ട് ഒരു 1 1 ഓൺ 2 ഫംഗ്ഷൻ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റിയാൽ നമ്മുടെ ഗിവൺ സെറ്റ് കൗണ്ടബിൾ ആണെന്ന് നിങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. സോ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് നോക്കി നോക്കാം. ഇവിടെ സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സ് ആണ്. അതായത് നമുക്ക് വേണ്ട ഫംഗ്ഷൻ എങ്ങനെയാണ്? n ഈക്വൽ ടു 1 ആവുമ്പോൾ നമ്മുടെ f of 1 0 ആണ്. n is equal to 2 ആവുമ്പോൾ f of 2 1 ആണ്. n is equal to 3 ആകുമ്പോൾ f of 3 minus 1 ആണ്. n is equal to 4 ആണെങ്കിൽ f of 4 2 ആണ്. n is equal to 5 ആവുമ്പോൾ f of 5 minus 2 ആണ്. ഈ രീതിയിലാണ് നമുക്കൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യേണ്ടത്. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. നമ്മുടെ n ഈവൺ ആകുന്ന കേസസിലൊക്കെ നമ്മുടെ കറസ്പോണ്ടിങ് ഫംഗ്ഷൻ വാല്യൂ എന്താണ്? n-ന്റെ പകുതിയാണ്. ശരിയല്ലേ? ഇവിടെ 2 ആവുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ 2-ന്റെ പകുതി 1. ഇവിടെ 4 ആവുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ 4-ന്റെ പകുതി 2 ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് എന്ത് ഡിഫൈൻ ചെയ്യാൻ പറ്റും? f of n is equal to n by 2 when n is even എന്ന് ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റും. ഇതേപോലെ തന്നെ n ഓഡ് ആകുന്ന സാഹചര്യത്തിൽ f of n is equal to minus n minus 1 by 2 എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്. സോ നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് 1 1 on 2 ആണോ എന്ന് നമുക്ക് തെളിയിക്കാം. സോ അതിന് വേണ്ടിയിട്ട് സപ്പോസ് ദാറ്റ് f of n is equal to f of m. അങ്ങനെയാണെങ്കിൽ ഈവൺ ആകുന്ന കേസസിൽ n by 2 is equal to m by 2, അതിൽ നിന്ന് n is equal to m എന്ന് കിട്ടും. ഇനി ഇവർ ഓഡ് ആണെങ്കിൽ minus n minus 1 by 2 is equal to minus m minus 1 by 2 എന്ന് കിട്ടും. അതിൽ നിന്നും അതെ n is equal to m എന്ന് തന്നെയാണ് കിട്ടുക. അതായത് 1 1 കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട് എന്ന് കിട്ടും. ഇനി ഓൺ 2 എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് so for any positive even integer n we can find an integer n by 2, and അതേപോലെ തന്നെ for any positive odd integer n we can find minus of n minus 1 by 2 എന്ന് പറയുന്ന ഒരു ഇന്റിജർ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതായത് നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഓൺ 2 ആണ്. സോ ഡെഫിനറ്റ്ലി നമ്മുടെ ഗിവൺ സെറ്റ് ഓഫ് ഓൾ ഇന്റിജേഴ്സ് കൗണ്ടബിൾ ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ആൻഡ് ഐ ഹോപ്പ് ഇതും നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. ഷോ ദാറ്റ് ദ സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സ് ഇസ് കൗണ്ടബിൾ. അപ്പൊ നമ്മുടെ പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സ് കൗണ്ടബിൾ ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്കറിയാം ഏതൊരു പോസിറ്റീവ് റാഷണൽ നമ്പർ എടുത്താലും റാഷണൽ നമ്പേഴ്സ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെ? ഇറ്റ് ഈസ് ഓഫ് ദ ഫോം p by q where p and q are positive integers. ഇവിടെ നമുക്ക് പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സ് ആണല്ലോ വേണ്ടത്. അതുകൊണ്ട് തന്നെ p and q are positive integers നമ്മൾ ഡിഫൈൻ ചെയ്യും. ഓക്കെ, അപ്പോൾ ബൈ ദ ഡെഫിനിഷൻ ഓഫ് റാഷണൽ നമ്പേഴ്സ് ഇറ്റ് ഈസ് ഓഫ് ദ ഫോം p by q where നമുക്ക് ഇവിടെ പോസിറ്റീവ് റാഷണൽസ് ആണ് വേണ്ടത്. സോ p and q are positive integers എന്ന് നമ്മൾ എടുത്തു. ഇനി നമ്മൾ ഇതിനെ എന്യൂമറേറ്റ് ചെയ്യാണ്, അതായത് ലിസ്റ്റ് ഔട്ട് ചെയ്യാണ്. ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നതിൽ ഒരു വലിയ പങ്കുണ്ട് ഈ ക്വസ്റ്റ്യനിൽ. ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലാണ്. അപ്പൊ ആദ്യം തന്നെ q is equal to 1, അതായത് ഡിനോമിനേറ്റർ 1 വരുന്ന എല്ലാ റാഷണൽ നമ്പേഴ്സിനെയും നമ്മൾ ആദ്യം ഫസ്റ്റ് റോയിൽ
നമ്മൾ എന്ത് ചെയ്യാണ്, ലിസ്റ്റ് ചെയ്യാണ്. അതായത് 1/1, 2/1, 3/1, 4/1, 5/1 അങ്ങനെ അങ്ങനെ നമ്മൾ ഫസ്റ്റ് റോയിൽ ഡിനോമിനേറ്റർ 1 വരുന്ന എല്ലാ റാഷണൽ നമ്പേഴ്സും ലിസ്റ്റ് ഔട്ട് ചെയ്തു. ഇനി സെക്കൻഡ് റോയിൽ ഇതുപോലെ ഡിനോമിനേറ്റർ 2 വരുന്ന എല്ലാ റാഷണൽസിനെയാണ് ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നത്. 1/2, 2/2, 3/2, 4/2, 5/2 എക്സെട്ര എന്ന് നമുക്ക് കിട്ടി. ഇതേപോലെ തന്നെ തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് അങ്ങനെ എക്സെട്ര എല്ലാ റോസും നമ്മൾ ഇതേപോലെ തന്നെയാണ് ചെയ്യുക. ഡിനോമിനേറ്റർ 3 വരുന്നത്, ഡിനോമിനേറ്റർ 4, ഡിനോമിനേറ്റർ 5 അങ്ങനെ 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 നമ്മൾ എല്ലാ റാഷണൽ നമ്പേഴ്സിനെയും ലിസ്റ്റ് ഔട്ട് ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 1/3, 2/3, 3/3, 4/3 എക്സെട്ര. അതുപോലെ അടുത്ത റോവിൽ 1/4, 2/4, 3/4, 4/4 എക്സെട്ര. താഴത്തെ റോവിൽ 1/5, 2/5, 3/5 എക്സെട്ര അങ്ങനെ 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 പോയിക്കൊണ്ടിരിക്കും. ഈ ഒരു രീതിയിലാണ് ആദ്യം നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഇനി അടുത്തത് ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം നമ്മുടെ പി പ്ലസ് ക്യൂ, അതായത് ന്യൂമറേറ്റർ പ്ലസ് ഡിനോമിനേറ്റർ 2 വരുന്ന എല്ലാ റാഷണൽസും നമ്മൾ ആദ്യം എഴുതുക. അപ്പൊ ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും കൂടി ആഡ് ചെയ്യുമ്പോൾ 2 വരുന്ന ആര് മാത്രമേ ഉള്ളൂ, ഇവിടെ 1/1 മാത്രമേ ഉള്ളൂ. 1/1 എന്ന് പറയുന്നത് 1 ആണ്. സോ നമ്മൾ 1 എന്ന് എഴുതി. ഇനി ഇതേപോലെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ആഡ് ചെയ്യുമ്പോൾ 3 വരുന്നത് ആരൊക്കെയാണുള്ളത്, 3 വരുന്നത് നമുക്കിവിടെ 1/2 ഉണ്ട്, 2/1 ഉണ്ട്, ശരിയല്ലേ? അപ്പൊ നമ്മൾ എന്തെഴുതി, ആദ്യം 1/2 എഴുതി, അതിനുശേഷം 2/1 എന്ന് പറയുന്നത് 2 തന്നെയാണ്, 2 നമ്മൾ എഴുതി. ഇനി ഇതേപോലെ തന്നെ ന്യൂമറേറ്ററിന്റെയും ഡിനോമിനേറ്ററിന്റെയും ആഡ് ചെയ്യുമ്പോൾ സമ്മ് 4 വരുന്നത് ഏതൊക്കെയാ, 3/1, 2/2, 1/3 ഇത്രയും കാര്യങ്ങൾ, ഇത്രയും ആൾക്കാരാണ് ഉള്ളത്. സോ നമ്മൾ 3/1 എന്ന് പറയുന്നത് എന്താണ്, 3 ആണ്. സോ നമ്മൾ 3 എന്ന് എഴുതി. അതിനുശേഷം 2/2 എന്ന് പറയുന്നത് ആരാ ശരിക്കും, 2/2 എന്ന് പറയുന്നത് ആക്ച്വലി 1 തന്നെയാണ്. 1 നമ്മൾ ഓൾറെഡി ഇവിടെ എഴുതിയിട്ടുണ്ട്. സോ നമ്മൾ 2/2 എഴുതുന്നില്ല. അടുത്ത നമ്പർ 1/3 ആണ് നമ്മൾ എഴുതുന്നത്. ഓക്കെ, ഇനി ഇതേപോലെ നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും ആഡ് ചെയ്യുമ്പോൾ 5 വരുന്നത്, ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും കൂടി ആഡ് ചെയ്യുമ്പോൾ 6 വരുന്നത്, അങ്ങനെ 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 നമ്മൾ ഇങ്ങനെ എഴുതിക്കൊണ്ട് പോവാണ്. വേറെ റിപ്പീറ്റേഷൻ വരുന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ 2/2, 3/3 ഒക്കെ 1 ആണ്. 1 നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഓൾറെഡി എഴുതിയ നമ്പേഴ്സ് വരുമ്പോൾ നമ്മൾ അവരെ എഴുതുന്നില്ല, പകരം അടുത്ത നമ്പറാണ് നമ്മൾ എഴുതുന്നത്. ഓക്കെ, അതായത് റിപ്പീറ്റേഷൻ നമ്മൾ അലൗ ചെയ്യുന്നില്ല. ആ ഒരു രീതിയിലാണ് നമ്മൾ എഴുതിക്കൊണ്ട് പോകുന്നത്. അത് ക്ലിയർ ആയോ നിങ്ങൾക്ക്? സോ ഐ ഹോപ്പ് അവിടെ വരെ പറഞ്ഞത് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ ഇതുപോലെ പി പ്ലസ് ക്യൂ ഇസ് ഈക്വൽ ടു 2 വരുന്നത് ആദ്യം ലിസ്റ്റ് ഔട്ട് ചെയ്തു. പി പ്ലസ് ക്യൂ ഇസ് ഈക്വൽ ടു 3 വരുന്നത്, പി പ്ലസ് ക്യൂ ഇസ് ഈക്വൽ ടു 4 വരുന്ന നമ്പേഴ്സ് ഒക്കെ നമ്മൾ ഇതേപോലെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് അങ്ങനെ അത് കണ്ടിന്യൂ ചെയ്ത് പോവാണ്. വെനെവർ ഓൾറെഡി പി ബൈ ക്യൂ എന്നുള്ളൊരു നമ്പർ നമുക്ക് കിട്ടി, അത് ഓൾറെഡി നമ്മൾ എഴുതിയിട്ടുള്ള നമ്പർ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും അതിനെ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നില്ല. വി ഡി നോട്ട് ലിസ്റ്റ് ഇറ്റ് അഗെയിൻ. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് 1, 1/2, 2, 3, 1/3, 1/4, 2/3, 3/2, 4, 5 എക്സെട്ര എക്സെട്ര ഈ ഒരു രീതിയിലാണ് നമുക്ക് പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സിന്റെ ഒരു ലിസ്റ്റ് നമുക്ക് ഇത്തരത്തിലാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഇവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ചാല്, നമ്മൾ എല്ലാ നമ്പേഴ്സും, എല്ലാ പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സിനെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല നമ്മൾ ഓൾറെഡി ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ള നമ്പേഴ്സിനെ ഒമിറ്റ് ചെയ്യണമുണ്ട്, നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അതായത് എവറി പോസിറ്റീവ് റാഷണൽ നമ്പർ അപ്പിയേഴ്സ് എക്സാക്ട്ലി വൺസ്. അതാണ് ഇതിന്റെ പ്രത്യേകത. ദെയർഫോർ ഈ ഒരു രീതിയിൽ ലിസ്റ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതൊരു എന്താ പറയാ, പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സ് കൗണ്ടബിൾ ആണ്, നമുക്ക് എണ്ണാൻ പറ്റും. അല്ലെങ്കിൽ ഇത് ഒന്നാമത്തെ, ഇത് രണ്ടാമത്തെ, ഇത് മൂന്നാമത്തെ റാഷണൽ പോസിറ്റീവ് റാഷണൽ നമ്പർ ആണ് എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ലിസ്റ്റിംഗ് ആണ് നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. ദെയർഫോർ ഈ ഡെമോൺസ്ട്രേഷനിൽ നിന്ന് അത് വ്യക്തമാണ്, നമ്മുടെ സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സ് എന്താണ്, കൗണ്ടബിൾ ആണ് എന്ന് നമുക്ക് ഇതിൽ നിന്ന് കൺക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് സബ്സെറ്റ് ഓഫ് കൗണ്ടബിൾ സെറ്റ് ഇസ് ഓൾസോ കൗണ്ടബിൾ. എണ്ണാൻ പറ്റുന്ന കൗണ്ടബിൾ ആയിട്ടുള്ള ഒരു സെറ്റിന്റെ സബ്സെറ്റും കൗണ്ടബിൾ ആണ് എന്നതാണ് നമുക്ക് കാണിക്കേണ്ടത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു കൗണ്ടബിൾ സെറ്റ് എടുത്തു, എ. നമ്മൾ എടുക്കുന്ന കൗണ്ടബിൾ സെറ്റ് എ ആണെന്ന് വിചാരിക്കുക, അതിന്റെ സബ്സെറ്റ് ആണ് ബി. അപ്പൊ നമുക്ക് കാണിക്കേണ്ടത് ബിയും എന്തുതന്നെയാണ്, കൗണ്ടബിൾ ആണ് എന്നതാണ് കാണിക്കേണ്ടത്. അത് 2 കേസസിലായിട്ടാണ് നമ്മൾ ചെയ്യണേ. നമ്മുടെ കൗണ്ടബിൾ സെറ്റ് എന്ന് പറയുന്നത് ഫൈനൈറ്റും ആവാം ഇൻഫൈനൈറ്റും ആകാമല്ലോ. സോ അതുകൊണ്ട് തന്നെ കേസ് 1 നമ്മുടെ എ ഒരു ഫൈനൈറ്റ് സെറ്റ് ആണ് എടുക്കുക. എ ഫൈനൈറ്റ് ആണെങ്കിൽ എന്റെ സബ്സെറ്റ് ആയിട്ടുള്ള ബിയും എന്താണ്, ഫൈനൈറ്റ് ആയിരിക്കും. ദെയർഫോർ ബി ഫൈനൈറ്റ് ആണെങ്കിൽ എല്ലാ ഫൈനൈറ്റ് സെറ്റും കൗണ്ടബിൾ അല്ലേ. സോ ബിയും കൗണ്ടബിൾ ആയിരിക്കും എന്ന് നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. ആൻഡ് അതേപോലെ തന്നെ എ ഇൻഫൈനൈറ്റ് ആണെന്ന് വിചാരിക്കാം. എ ഇൻഫൈനൈറ്റ് ആണെങ്കിലും എ ഇവിടെ കൗണ്ടബിൾ ആണ്.
അതിന്റെ അർത്ഥം എ കൗണ്ടബിളി ഇൻഫൈനൈറ്റ് ആണ്. അതായത് അവിടെ നമുക്ക് നാച്ചുറൽ നമ്പേഴ്സും എ എന്നുള്ള സെറ്റുമായിട്ടൊരു 1:1 കറസ്പോണ്ടൻസ് നമുക്ക് അവിടെ ലഭ്യമാണ്. അതായത് നമുക്ക് എന്യൂമറേറ്റ് ചെയ്ത് എണ്ണാനായിട്ട് പറ്റും. അതായത് നമ്മുടെ എ എന്ന് പറയുന്ന സെറ്റ് A1 A2 A3 എക്സെട്ര AN എക്സെട്ര ആണ് എന്ന് വിചാരിക്കാം. ആൻഡ് ബി എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് എ ആണല്ലോ. അപ്പോ ബിയും അതെ, ബിയിലുള്ള എലമെന്റ്സും, അതായത് എയിലുള്ള എലമെന്റ്സ് A1 A2 A3 എക്സെട്ര AN എക്സെട്ര, ഇതിൽ ഏതോ കുറച്ച് എലമെന്റ്സ് ആണ് ബിയിലുള്ളത്. അപ്പൊ ബിയിലുള്ള എലമെന്റ്സ് B1 B2 എക്സെട്ര ആണ് എന്ന് സപ്പോസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് നാച്ചുറൽ നമ്പേഴ്സ് എന്നിൽ നിന്ന് ബിയിലേക്ക് ഒരു ഫംഗ്ഷൻ g ഡിഫൈൻ ചെയ്യാൻ പറ്റും, such that g of n is equal to dn, and ഈ ഫംഗ്ഷൻ ഡെഫിനറ്റ്ലി 1 1 and on 2 ആണ്. therefore b കൗണ്ടബിൾ ആണെന്ന് നിങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അപ്പൊ ഏതൊരു കൗണ്ടബിൾ സെറ്റ് ആയാലും ആ ഫുൾ സെറ്റ് തന്നെ കൗണ്ടബിൾ ആണ്. അപ്പൊ അതിന്റെ ഏത് സബ്സെറ്റ് എടുത്താലും കൗണ്ടബിൾ ആയിരിക്കുമല്ലോ, അൺകൗണ്ടബിൾ ആയിട്ട് വരില്ല. സോ therefore അത് ഒബ്വിയസ് ആണ്, നമ്മുടെ ഏതൊരു കൗണ്ടബിൾ സെറ്റിന്റെയും സബ്സെറ്റ് കൗണ്ടബിൾ ആയിരിക്കും. ഇനി അടുത്തതും ഇതേപോലത്തെ ഒരു റിസൾട്ട് തന്നെയാണ്. സപ്പോസ് എ ആൻഡ് ബി ആർ കൗണ്ടബിൾ സെറ്റ്സ്. അങ്ങനെയാണെങ്കിൽ എ യൂണിയൻ ബിയും കൗണ്ടബിൾ ആണ് എന്നതാണ് കാണിക്കേണ്ടത്. അപ്പൊ ഇവിടെ 3 കേസസ് വരാം. നമ്മൾ എടുക്കുന്ന കൗണ്ടബിൾ ആയിട്ടുള്ള ഈ 2 സെറ്റുകൾ രണ്ടും ഫൈനൈറ്റ് ആവാം, രണ്ടും കൗണ്ടബിളി ഇൻഫൈനൈറ്റ് ആവാം, ഒരെണ്ണം ഇൻഫൈനൈറ്റും ഒരെണ്ണം ഫൈനൈറ്റും ആവാം. അപ്പൊ അങ്ങനെയാണ് വരുന്നത്. നമുക്ക് നോക്കി നോക്കാം. കേസ് 1, എയും ബിയും ഫൈനൈറ്റ്. എയും ബിയും ഫൈനൈറ്റ് ആണെങ്കിൽ ഒബ്വിയസ്ലി എ യൂണിയൻ ബിയിലും ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സേ വരുള്ളൂ. അപ്പൊ therefore എ യൂണിയൻ ബി ഡെഫിനറ്റ്ലി കൗണ്ടബിൾ ആയിരിക്കും. അപ്പൊ കേസ് 1 നമ്മൾ ആ രീതിയിൽ പ്രൂവ് ചെയ്യും. ഇനി രണ്ടാമത്തെ കേസ്, ഒരെണ്ണം കൗണ്ടബിളി ഇൻഫൈനൈറ്റും ഒരെണ്ണം ഫൈനൈറ്റ് ആണെന്ന് വിചാരിക്കും. അപ്പൊ നമ്മളിവിടെ വിചാരിക്കുന്നത് എ കൗണ്ടബിളി ഇൻഫൈനൈറ്റ് ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എയിലത്തെ എലമെന്റ്സ് എന്ന് പറയുന്നത് A1 A2 A3 എക്സെട്ര AN എക്സെട്ര എന്നായിരിക്കും. ബി നമ്മൾ ഫൈനൈറ്റ് ആയിട്ടാണ് എടുക്കണേ. അപ്പൊ ബിയിലത്തെ എലമെന്റ്സ് B1 B2 എക്സെട്ര BN ആയിരിക്കും, BM ആയിരിക്കും. അപ്പൊ എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ എന്താ ശരിക്കും B1 B2 എക്സെട്ര BM, A1 A2 A3 എക്സെട്ര AN എക്സെട്ര. അപ്പോൾ എയിലത്തെയും ബിയിലത്തെയും എലമെന്റ്സ് നമ്മൾ ഒരുമിച്ച് എഴുതി എ യൂണിയൻ ബിയിൽ. ഇതും സ്റ്റിൽ എന്ത് കൗണ്ടബിൾ ആണ്. സോ therefore എ യൂണിയൻ ബി ഇസ് കൗണ്ടബിളി ഇൻഫൈനൈറ്റ് എന്ന് പറയാനായിട്ട് പറ്റും. ഇനി അവസാനത്തെ കേസ് രണ്ടും കൗണ്ടബിളി ഇൻഫൈനൈറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ എയിലത്തെ എലമെന്റ്സിന് നമുക്ക് A1 A2 A3 എക്സെട്ര AN എക്സെട്ര എന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. ബിയിലത്തെ എലമെന്റ്സിന് B1 B2 എക്സെട്ര BM എക്സെട്ര എന്ന് നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ എ യൂണിയൻ ബിയിലത്തെ എലമെന്റ്സിനെ നമുക്ക് A1 B1 A2 B2 A3 B3 എക്സെട്ര AN BN എക്സെട്ര എന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ n ആണെന്ന് വിചാരിക്കും. അപ്പൊ എയിലത്തെ എലമെന്റ്സിനെ നമുക്ക് A1 A2 A3 എക്സെട്ര AN എക്സെട്ര എന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ബിയിലത്തെ എലമെന്റ്സിനെ B1 B2 എക്സെട്ര BN എക്സെട്ര എന്ന് ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ എ യൂണിയൻ ബിയിലത്തെ എലമെന്റ്സിനെ A1 B1 A2 B2 A3 B3 എക്സെട്ര AN BN എക്സെട്ര എന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇതിൽ നിന്നും ഒബ്വിയസ് ആണ് നമ്മുടെ എ യൂണിയൻ ബി ഒരു കൗണ്ടബിളി ഇൻഫൈനൈറ്റ് സെറ്റ് ആണെന്ന് മനസ്സിലായി. അടുത്തത് കുറച്ച് ട്രിക്കിയാണ് എന്നാ രസമാണ്. നമുക്ക് നോക്കി നോക്കാം. കാന്റർ ഡയഗണലൈസേഷൻ ആർഗ്യുമെന്റ്. അതായത് ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്: ദ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ഇസ് അൺകൗണ്ടബിൾ സെറ്റ്. ഇത്ര നേരം നമ്മൾ കൗണ്ടബിൾ ആണ് എന്നാണ് പ്രൂവ് ചെയ്തത്. ഇവിടെ നമ്മുടെ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് അൺകൗണ്ടബിൾ ആണ് എന്നതാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. അപ്പൊ ഇത് കോൺട്രഡിക്ഷൻ മെത്തേഡ് വഴിയാണ് നമ്മൾ പ്രൂവ് ചെയ്യണേ. സോ നമുക്ക് എന്താണ് കാണിക്കേണ്ടത്? വി നീഡ് ടു പ്രൂവ് ദാറ്റ് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ഇസ് അൺകൗണ്ടബിൾ. സോ നമ്മൾ അസ്യൂം ചെയ്യുന്നത് എന്താ? നേരെ വിപരീതം നമ്മൾ അസ്യൂം ചെയ്യുക. assume that the set is countable എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് കൗണ്ടബിൾ ആണ് എന്ന് കാണിക്കാനായിട്ട് നമ്മൾ എൻറ്റയർ റിയൽ നമ്പേഴ്സ് എടുക്കണില്ല, അതിന്റെ ഒരു സബ്സെറ്റ് ആണ് എടുക്കണം അല്ലെ. ഏതൊരു കൗണ്ടബിൾ സെറ്റ് എടുത്താലും അതിന്റെ സബ്സെറ്റും എന്തായിരിക്കും? കൗണ്ടബിൾ ആയിരിക്കും എന്ന് നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ പറഞ്ഞിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ അസ്യൂം ചെയ്തു സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് കൗണ്ടബിൾ ആണ്. അപ്പൊ അതിന്റെ ഏതൊരു സബ്സെറ്റ് എടുത്താലും അതും കൗണ്ടബിൾ ആയിരിക്കുമല്ലോ. സോ നമ്മൾ എന്താ പറയാ, we are taking the subset of real numbers between 0 and 1, and since we have assumed that set of all real numbers is countable, adinte subset between 0 and 1 endaneyirikkum countable ആയിരിക്കും. ശരിയല്ലേ? അപ്പൊ കൗണ്ടബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്യൂമറേറ്റ് ചെയ്ത് എഴുതാനായിട്ട് പറ്റും അല്ലെ. ഇത് ഒന്നാമത്തെ എലമെന്റ്, ഇത് രണ്ടാമത്തെ, ഇത് മൂന്നാമത്തെ, അങ്ങനെ ഒരു നാച്ചുറൽ നമ്പേഴ്സുമായിട്ട് ഒരു 1:1 കറസ്പോണ്ടൻസിൽ നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും എലമെന്റ്സിന്. സോ നമ്മൾ വിചാരിക്കുകയാണ് ബിറ്റ്വീൻ 0 and 1, 0ന്റെയും 1ന്റെയും ഇടയിലുള്ള റിയൽ നമ്പേഴ്സ് R1 R2 R3 എക്സെട്ര ആണ് എന്ന് നമ്മൾ വിചാരിക്കാം. ഓക്കെ, അവിടെ വരെ ഓക്കെ അല്ലേ? ഇനി 0 and 1ന്റെ ഇടയിലുള്ള റിയൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ അവർ ഡെസിമൽസ് ആയിരിക്കുമല്ലോ. ഫോർ എക്സാമ്പിൾ 0.1234 എക്സെട്ര
0.1010111 എക്സെട്ര. അങ്ങനെ ഇത്തരത്തിലുള്ള ഡെസിമൽ നമ്പേഴ്സ് ആണ് സീറോവിന്റെയും വണ്ണിന്റെയും ഇടയിൽ വരും. സോ അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കുകയാണ് let R1 is equal to 0.D11, D12, D13, etc. R2 is equal to 0.D21, D22, D23, D24, etc. R3 is equal to 0.D31, D32, D33, etc. R4 is equal to 0.D41, D42, D43, etc. ഈ ഓരോ D11, D12 എന്ന് പറയുന്നത് ആദ്യത്തെ ഡെസിമൽ, R1ന്റെ ആദ്യത്തെ ഡെസിമൽ പ്ലേസിനെയാണ് D11 എന്ന് പറയണേ. രണ്ടാമത്തെ ഡെസിമൽ ഡിജിറ്റിനെയാണ് D12 എന്ന് പറയണേ. മൂന്നാമത്തെ ഡെസിമൽ ഡിജിറ്റിനെയാണ് D13 എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. വേർ all the DIJs belong to the set 0, 1, 2, 3, 4, 5, 6, 7, 8, 9. ശരിയല്ലേ? എല്ലാ ഡെസിമൽ വാല്യൂസും ഡെസിമൽ ഡിജിറ്റ്സും 0 മുതൽ 9 വരെയുള്ള ഏതെങ്കിലും നമ്പേഴ്സ് ആയിരിക്കും ഇത്. ആണല്ലോ? അപ്പോൾ അത്തരത്തിൽ നമ്മൾ അവിടെ വരെ നമ്മൾ റെപ്രസെന്റ് ചെയ്തു വെച്ചു. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണേന്ന് വെച്ചാൽ, നമ്മളിപ്പോ 0, 1 എന്നുള്ള ഒരു സബ്സെറ്റ് എടുത്തു റിയൽ നമ്പേഴ്സിന്റെ. അതിലത്തെ റിയൽ നമ്പേഴ്സ് നമ്മൾ R1, R2, R3 അങ്ങനെ ജനറലൈസ് ചെയ്ത് റെപ്രസെന്റ് ചെയ്തു. ഇനി ആ ലിസ്റ്റിൽ വരാത്ത ഒരു പുതിയ റിയൽ നമ്പർ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പൊ ഇവിടെ വരെ നമ്മൾ ചെയ്തു. ഇനി അടുത്തത് നമ്മൾ ഒരു പുതിയ റിയൽ നമ്പർ ഡിഫൈൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഫോം ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കി നോക്കാണ്. സോ അതിന് വേണ്ടിയിട്ട് നമ്മുടെ റിയൽ നമ്പർ R is equal to 0.D1, D2, D3, D4, etc. ആണെന്ന് വിചാരിക്കും. അതായത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു തരാം. സപ്പോസ് R1 ഈ നമ്പർ ആണ്, R2 തന്നിട്ടുണ്ട്, R3 ഇതാണ്, R4 ഇതാണെന്ന് വിചാരിക്കും. സോ R1, R2, R3, R4, etc. അപ്പൊ ഈ നമ്പേഴ്സ് ഇങ്ങനെയാണെന്ന് വിചാരിക്കും. അപ്പൊ നമ്മളെല്ലാ സീറോന്റെയും വണ്ണിന്റെയും ഇടയിലുള്ള എല്ലാ റിയൽ നമ്പേഴ്സും നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. R1, R2, R3, R4, etc. അപ്പൊ അങ്ങനെ R1, R2, R3, R4 ഇതാണെന്ന് വിചാരിക്കും. ഇനി നമ്മളൊരു പുതിയ റിയൽ നമ്പർ ഡിഫൈൻ ചെയ്യാൻ പോവാണ് സച്ച് ദാറ്റ്. അപ്പൊ നമ്മുടെ ക്രൈറ്റീരിയ എന്താണ്? ഇതാണ് നമ്മുടെ ക്രൈറ്റീരിയ നമ്മൾ ഉപയോഗിക്കുന്നത്. DI is equal to 4 if DII not equal to 4 and DI is equal to 5 if DII is equal to 4. ഇതാണ് നമ്മൾ പുതിയ റിയൽ നമ്പർ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ക്രൈറ്റീരിയ. അപ്പൊ ഈ ഒരു ക്രൈറ്റീരിയ പ്രകാരം നോക്കി നോക്കാം. R1ലെ D11 ഏതാ? D11 എന്ന് പറയുന്നത് 2 അല്ലേ? 2 എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 4 ആണ്. അപ്പൊ നമ്മൾ പുതിയ റിയൽ നമ്പറിന്റെ സ്ഥാനത്ത് 4 എന്ന് എഴുതണം. അതായത് ഇവിടെ നമ്മൾ 0.4 എന്ന് എഴുതി, ഇവിടെ നമ്മൾ 4 എന്ന് എഴുതി. ഇനി R2ല് D22 നോക്കാം. D22 5 അല്ലേ? 5 നോട്ട് ഈക്വൽ ടു 4 ആണ്. അപ്പൊ നമ്മൾ പുതിയ റിയൽ നമ്പറിന്റെ ഡെസിമലിന്റെ സ്ഥാനത്ത് 4 എന്ന് എഴുതണം. ഇവിടെ 4 എന്ന് നമ്മൾ എഴുതി. ഇനി R3ല് D33 എത്രയാണ്? 4 ആണ് D33. അപ്പൊ ഇവിടെ ഈക്വൽ ടു 4 അല്ലേ? അപ്പൊ നമ്മുടെ പുതിയ റിയൽ നമ്പറിന്റെ സ്ഥാനത്ത് 5 എന്ന് എഴുതണം. അപ്പൊ ദേ നമ്മൾ ഇവിടെ 5 എന്ന് എഴുതി. ഇനി R4ല് D44 എത്രയാണ്? 5 ആണ്. നോട്ട് ഈക്വൽ ടു 4 അല്ലേ? അപ്പൊ നമ്മൾ പുതിയ റിയൽ നമ്പറിന്റെ സ്ഥാനത്ത് 4 വേണം എഴുതാൻ. അപ്പൊ നമ്മൾ ഇവിടെ 4 എഴുതി. അങ്ങനെയാണ് ഈ പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്തു പോകണം. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ ഈ R1, R2, R3, R4, etc. എന്ന് പറഞ്ഞ് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ള എൻറ്റയർ 0 മുതൽ 1 വരെയുള്ള എൻറ്റയർ റിയൽ നമ്പേഴ്സ് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ ആ ലിസ്റ്റിലൊന്നും പെടാത്ത ഒരു പുതിയ റിയൽ നമ്പർ 6 നമുക്ക് ഈ പ്രോസസ്സിലൂടെ ലഭിക്കും. അതായത് നമുക്ക് അതിന്റെ അർത്ഥം എന്താ? നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്തത് പൂർണ്ണമല്ല, ഇനിയും അതിൽ റിയൽ നമ്പേഴ്സ് ഉണ്ട്. ഈ ഒരു രീതിയിൽ ഇനിയും നമുക്ക് ഇഷ്ടം പോലെ റിയൽ നമ്പേഴ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നാണ് അതിന്റെ അർത്ഥം. That means it is not possible to list out the set of all real numbers. അതായത് അവിടെ 1-to-1 കറസ്പോണ്ടൻസ് ഇല്ല നാച്ചുറൽ നമ്പേഴ്സുമായിട്ട്. അതായത് എന്യൂമറേറ്റ് ചെയ്യാൻ പറ്റില്ല, എണ്ണാൻ പറ്റില്ല, അത് അൺകൗണ്ടബിൾ ആണ് എന്നതാണ് അതിന്റെ അർത്ഥം. സോ ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. അപ്പൊ നമ്മൾ ഇവിടെ R is equal to 0.D1, D2, D3, D4, etc. നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് സച്ച് ദാറ്റ് ഈ ക്രൈറ്റീരിയ ഓർത്തു വെക്കുക. നമ്മുടെ ഡെസിമലിന്റെ DIIന്റെ സ്ഥാനത്ത് 4 അല്ലെങ്കിൽ പുതിയ റിയൽ നമ്പറിൽ നമ്മൾ 4 എന്ന് എഴുതും ഡെസിമൽ പ്ലേസിൽ. DII ഈക്വൽ ടു 4 ആണെങ്കിൽ പുതിയ റിയൽ നമ്പറിന്റെ ഡെസിമൽ പ്ലേസിൽ നമ്മൾ 5 ആണ് പ്ലേസ് ചെയ്യുക. ആ ഒരു രീതിയിൽ നമുക്ക് പുതിയ റിയൽ നമ്പേഴ്സ് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും. അതായത് നമുക്ക് കിട്ടുന്ന പുതിയ റിയൽ നമ്പർ R എന്ന് പറയുന്നത് ഡസ് നോട്ട് ബിലോങ് ടു എനി ഓഫ് R1, R2, etc. ഓക്കെ. സോ അതുകൊണ്ട് തന്നെ പക്ഷെ ഈ R എന്ന് പറയുന്നത് 0ന്റെയും 1ന്റെയും ഇടയിലുള്ള റിയൽ നമ്പർ ആണ്. പക്ഷെ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ള എൻറ്റയർ ലിസ്റ്റിൽ ഈ നമ്പർ വരുന്നില്ല. സോ നമ്മുടെ അസംഷൻ തെറ്റാണ്. അതായത് നമുക്ക് ഈ ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ ഇമ്പോസിബിൾ ആണ്. സോ therefore നമുക്ക് കൺക്ലൂഡ് ചെയ്യാം the set is uncountable. So I hope Cantor diagonalization argument is clear to you. So ഇത്രയാണ് നമ്മുടെ
കൗണ്ടബിലിറ്റിയുടെ സെക്ഷനിൽ വരുന്നത്, കാർഡിനാലിറ്റി ആൻഡ് കൗണ്ടബിലിറ്റിയുടെ സെക്ഷനിൽ വരുന്നത്. ഇനി നമ്മൾ 4 തരത്തിലുള്ള പ്രൂഫ് ടെക്നിക്സ് ഇൻ മാത്തമാറ്റിക്സ് ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. സോ മാത്സിൽ നമുക്ക് പല കാര്യങ്ങൾ പ്രൂവ് ചെയ്യേണ്ടി വരും. അപ്പൊ പല രീതിയിൽ ഓരോ കാര്യങ്ങളും പ്രൂവ് ചെയ്യാൻ പല രീതിയിലുള്ള പ്രൂഫ് ടെക്നിക്സ് ആണ് നമ്മൾ ഉപയോഗിക്കുക. സോ ഇവിടെ നമ്മൾ 4 രീതിയിലുള്ള പ്രൂഫ് ടെക്നിക്സ് ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. സോ ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഡയറക്റ്റ് പ്രൂഫ് ആണ്. നമുക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ടാവും, അതിനെ ഡയറക്റ്റ്ലി നമ്മൾ പ്രൂവ് ചെയ്യാനായിട്ട് പോകണം. സോ നമുക്ക് നേരിട്ട് പ്രോബ്ലംസിലേക്ക് കിടക്കാം. സോ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: ഇഫ് n is odd integer then n square is odd, prove by direct proof method. അപ്പൊ എന്താ തന്നിട്ടുള്ളത്? given n is an odd integer. അപ്പൊ suppose that n is an odd integer. ഓക്കെ, അപ്പോൾ സപ്പോസ് ദാറ്റ് n is an odd integer, നമുക്ക് എന്താ കാണിക്കേണ്ടത്? n square is odd എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ സപ്പോസ് ദാറ്റ് n is an odd integer, അങ്ങനെയാണെങ്കിൽ n odd ആയതുകൊണ്ട് ലെറ്റ്സ് ടേക്ക് n is equal to 2k plus 1. ഇനി n is equal to 2k minus 1 എന്ന് എടുത്താലും പ്രശ്നമൊന്നുമില്ല. സോ n is equal to 2k plus 1 എന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ n സ്ക്വയർ ഓടാന്നല്ലേ കാണിക്കണ്ടേ? അപ്പൊ n സ്ക്വയർ നമ്മൾ കണ്ടെത്താൻ പോവാണ്. അതായത് 2k plus 1 the whole square. അപ്പൊ ഇതിനെ a plus b whole square വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 4k square plus 4k plus 1 എന്ന് കിട്ടും. അതിനെ നമുക്ക് 2 into 2k square plus 2k plus 1 എന്ന് എഴുതാം. അപ്പൊ ഇതും 2k plus 1 ഫോർമുല ആണ്. അതായത് 2k plus 1 എന്ന് പറയുമ്പോൾ അതൊരു ഓഡ് നമ്പർ ഫോർമുല ആണ്. therefore the entirely 2ന്റെ മൾട്ടിപ്പിൾ അല്ലല്ലോ, 2ന്റെ മൾട്ടിപ്പിളിന്റെ കൂടെ പ്ലസ് 1 വന്നിട്ടുണ്ട്. സോ ഇത് ഡെഫിനറ്റ്ലി ഓഡ് ആണ്. therefore n square is odd ആണ് നമുക്ക് കിട്ടി. therefore it is an n square is an odd integer. ഇതാണ് ഡയറക്റ്റ് പ്രൂഫ് ആണ്, എളുപ്പമാണ്. and I hope this is clear again. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടിയും ചെയ്ത് നോക്കാം ബൈ ഡയറക്റ്റ് മെത്തേഡ് തന്നെ. സോ എന്താ തന്നിട്ടുള്ളത്? if m and n are both perfect squares then mn is also perfect square. അതാണ് നമുക്ക് തന്നിട്ടുള്ളത്. പെർഫെക്റ്റ് സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണ്? if a is a perfect square then there exists an integer b such that a is equal to b square. അല്ലേ? ശരിയല്ലേ അതിന്റെ അർത്ഥം? ഒരു ഇന്റിജർ പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ അതിന്റെ അർത്ഥം there exists another integer such that അതിന്റെ സ്ക്വയർ ആണ് നമ്മുടെ പെർഫെക്റ്റ് സ്ക്വയർ. ശരിയാണോ? സോ വിചാരിക്കുക m and n are both perfect squares. നമ്മൾ വിചാരിക്കുന്നു m ഉം n ഉം രണ്ടും പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് m is equal to a square, n is equal to b square എന്ന് എഴുതാനായിട്ട് പറ്റും. because there exist integers a and b such that m is equal to a square, n is equal to b square. നമുക്ക് വേണ്ടത് എന്താണ്? mn എന്താണെന്നാണ് വേണ്ടത്. സോ mn is equal to a square b square. അതിനെ a into bb എന്ന് എഴുതാം. അതിനെ ab into ab എന്ന് അറേഞ്ച് ചെയ്യാം. ബിക്കോസ് ഇത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. മൾട്ടിപ്ലിക്കേഷൻ ഇസ് കമ്മ്യൂട്ടേറ്റീവ് ആൻഡ് അസോസിയേറ്റീവ് ആസ് വെൽ. therefore നമുക്ക് ab into ab എന്ന് എഴുതാം, which is equal to ab the whole square. സോ നമുക്ക് mn is equal to ab the whole square എന്ന് കിട്ടി. that means mn is also a perfect square. ഇതാണ് ഡയറക്റ്റ് പ്രൂഫ് മെത്തേഡ്. നേരിട്ട് തന്നിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് നേരിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. അടുത്തത് നമ്മൾ നോക്കാൻ പോവാണ്. അടുത്തത് പ്രൂഫ് ബൈ കോൺട്രാപൊസിഷൻ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയും. അതായത് ജനറലി നമ്മുടെ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ടാവുക p implies q, if p then q ആയിട്ടായിരിക്കും സെന്റൻസ് തന്നിട്ടുണ്ടാവുക. ചില സമയത്ത് നമുക്ക് ഡയറക്റ്റ് മെത്തേഡിൽ പ്രൂവ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റിന്റെ കോൺട്രാ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആക്കുക. അതായത് നെഗേഷൻ q implies നെഗേഷൻ p ആക്കി മാറ്റാം. എന്നിട്ട് എന്ത് ചെയ്യാം? നെഗേഷൻ q ട്രൂ ആണെന്ന് സപ്പോസ് ചെയ്തിട്ട് നെഗേഷൻ p കണ്ടുപിടിക്കാം. നെഗേഷൻ p യും ട്രൂ ആണെങ്കിൽ നമുക്ക് പറയാം നെഗേഷൻ q implies നെഗേഷൻ p is true, which implies p implies q is true. ആ ഒരു രീതിയിലാണ് നമ്മൾ ബൈ കോൺട്രാപൊസിഷൻ എന്ത് ചെയ്യുന്നത്? പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. പ്രൂവ് ദാറ്റ് ഇഫ് n is an integer and 5n plus 2 is odd then n is odd. അതായത് ഏതൊരു ഇന്റിജർ n എടുത്താലും if 5n plus 2 is odd then n is odd. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അതിൽ p പാർട്ട് എന്ന് പറയുന്നത് എന്താ? 5n plus 2 is odd എന്നുള്ളതാണ് p പാർട്ട്, അതായത് പ്രൊപ്പോസിഷൻ p. q പാർട്ട് എന്ന് പറയുന്നത് n is odd ആണ്. സോ നമുക്ക് തന്നിട്ടുള്ളത് p implies q രൂപത്തിലാണ്. സോ നമ്മൾ അതിനെ എന്താക്കി മാറ്റണം? നെഗേഷൻ q implies നെഗേഷൻ p ഫോമിലാക്കണം. അപ്പോൾ നമ്മൾ സപ്പോസ് ചെയ്യുക നെഗേഷൻ q is true. നെഗേഷൻ q എന്ന് പറയുന്നത് എന്താ? q n is odd ആണ്. നെഗേഷൻ q എന്ന് പറയുന്നത് n is not odd, അതായത് n is even ആണെന്ന് അസ്യൂം ചെയ്യുക. അത് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുക.
n ഈവൺ ആണെങ്കിൽ നമുക്ക് അതിനെ ഒരു 2ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാം. അതായത് n is equal to 2k for some integer k എന്ന് എഴുതാനായിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ വാട്ട് അബൌട്ട് 5n plus 2? 5n plus 2ൽ n-ന് 2k സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 5 into 2k plus 2 എന്നാവും. അതിന് 10k plus 2 എന്ന് എഴുതാം, which is equal to 2 into 5k plus 1 എന്ന് എഴുതാം. അതായത് 5n plus 2 is even എന്ന് കിട്ടും. 5n plus 2 is even എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം 5n plus 2 is not odd. അതാണ് അതിന്റെ അർത്ഥം. അതായത് നെഗേഷൻ പിയും ട്രൂ ആയിട്ട് നമുക്ക് കിട്ടി. ശരിയല്ലേ? പി എന്ന് പറയുന്നത് 5n plus 2 is odd ആണ്. നെഗേഷൻ പി എന്ന് പറയുന്നത് 5n plus 2 is not odd. അതായത് 5n plus 2 is even. നമുക്കിവിടെ നെഗേഷൻ പി ട്രൂ ആയിട്ടാണ് കിട്ടിയത്. അതായത് നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ പി ട്രൂ ആണ്. ദാറ്റ് മീൻസ് നമ്മുടെ ഒറിജിനൽ സ്റ്റേറ്റ്മെന്റ് പി ഇംപ്ലൈസ് ക്യൂ ട്രൂ ആണ്. ദാറ്റ് ഇസ് if 5, ഇവിടെ 5 ആണ് കേട്ടോ. if 5n plus 2 is odd, then n is odd എന്ന് നമുക്ക് പ്രൂവ് ചെയ്ത് കിട്ടി. സോ ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ ടു യു. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടി നമുക്ക് നോക്കി നോക്കാം. നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. പ്രൂവ് ദാറ്റ് if n is equal to ab, where a and b are positive integers, then a less than or equal to root n or b less than or equal to root n. ഇതാണ് ക്വസ്റ്റ്യൻ. അതായത് p പാർട്ട് n is equal to ab ആണെങ്കിൽ q പാർട്ട് തന്നിട്ടുള്ളത് a less than or equal to root n or b less than or equal to root n. അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ p implies q രൂപത്തിലാണ്. സോ നമ്മൾ സപ്പോസ് ചെയ്യുക നെഗേഷൻ q ട്രൂ ആണെന്ന് സപ്പോസ് ചെയ്യുക. നെഗേഷൻ qന്റെ അർത്ഥം അതായത് a less than or equal to root n or b less than or equal to root n false ആണെന്ന് അസ്യൂം ചെയ്യാം. That means a is greater than root n and b is greater than root n എന്നാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ്. ശരിയല്ലേ? നെഗേഷൻ q ട്രൂ ആണെങ്കിൽ അതിന്റെ അർത്ഥം a is greater than root n and b is greater than root n. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് n is equal to ab അല്ലേ? അപ്പൊ നമുക്ക് ab എന്താന്ന് നോക്കാം. So ab will be greater than root n into root n. Because a is greater than root n, b is greater than root n. So ab will be greater than root n into root n. Root n into root n എന്ന് പറയുന്നത് n ആണ്. Which implies ab is greater than n എന്നാണ് നമുക്ക് കിട്ടിയത്. ab greater than n means what? n means what? ab is not equal to n. ab n-നേക്കാളും വലുതാണ്, ഈക്വൽ അല്ല എന്നാണ് അതിന്റെ അർത്ഥം. അതായത് നെഗേഷൻ p is ട്രൂ എന്നാണ് നമുക്ക് കിട്ടിയത്. p എന്താണ്? n is equal to ab. നെഗേഷൻ p ആണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. നെഗേഷൻ p ട്രൂ ആണെന്ന് കിട്ടി. അതായത് നെഗേഷൻ q ഇംപ്ലൈസ് നെഗേഷൻ p എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. therefore ഒറിജിനൽ സ്റ്റേറ്റ്മെന്റ് p ഇംപ്ലൈസ് q ട്രൂ ആണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. സോ അതാണ് ഈ മെത്തേഡ്. and I hope it is again clear to you. അടുത്ത പ്രൂഫ് ടെക്നിക്ക് പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ ആണ്. സോ നമുക്ക് എക്സാമ്പിളിലൂടെ നോക്കി നോക്കാം. സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. പ്രൂവ് ദാറ്റ് റൂട്ട് 2 is irrational by the method of contradiction. അപ്പോൾ കോൺട്രഡിക്ഷൻ എന്താണെന്ന് വെച്ചാൽ തന്നിട്ടുള്ളതിന്റെ വിപരീതം നമ്മൾ അസ്യൂം ചെയ്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളൊരു കോൺട്രഡിക്ഷനിൽ എത്തും. അതായത് നമ്മുടെ അസംഷൻ തെറ്റാണ്, തന്നിട്ടുള്ള കാര്യം ശരിയാണ് എന്ന് പറഞ്ഞ് പ്രൂവ് ചെയ്യുന്ന രീതിയാണ് പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ. സോ ഇവിടെ ലെറ്റ് പി ബി ദ പ്രൊപ്പോസിഷൻ റൂട്ട് 2 is irrational. നമ്മൾ അസ്യൂം ചെയ്യുക റൂട്ട് 2 റാഷണൽ ആണ് എന്ന് അസ്യൂം ചെയ്യുക. റൂട്ട് 2 റാഷണൽ ആണെങ്കിൽ നമുക്ക് അതിനെ p by q ഫോമിൽ എഴുതിക്കൂടെ? അതായത് there exist integers p by q such that root 2 is equal to p by q. റാഷണൽ നമ്പർ ആണല്ലോ, p by q ഫോമിൽ എഴുതാം where q is not equal to 0. ആൻഡ് നമ്മൾ p by q എന്ന് ഫ്രാക്ഷൻ പോലെ എഴുതുമ്പോൾ ഇത് സിംപ്ലസ്റ്റ്, ഈ p by q എന്നുള്ളത് അതിന്റെ സിംപ്ലസ്റ്റ് ഫോമിലാണ് എന്നും കൂടി അസ്യൂം ചെയ്യും. ഓക്കെ, അതായത് കോമൺ ഫാക്ടേഴ്സ് ഒന്നുമില്ല, സിംപ്ലസ്റ്റ് ഫോമിലാണ് ഈ p by q നമ്മൾ എഴുതുന്നത് എന്നും കൂടി നമ്മൾ അസ്യൂം ചെയ്യും. ഇനി നമുക്ക് കിട്ടിയിട്ടുള്ളത് റൂട്ട് 2 is equal to p by q ആണ്. രണ്ടു ഭാഗത്തും സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് 2 is equal to p square by q square എന്ന് കിട്ടും. അതിൽ നിന്ന് നമുക്ക് p square is equal to 2q square എന്ന് എഴുതാനായിട്ട് പറ്റും. അതായത് p square എന്ന് പറയുന്നത് 2ന്റെ മൾട്ടിപ്പിൾ ആണ്. നമുക്ക് p square is equal to p square ഈവൺ ആണെന്ന് കിട്ടി. ഏതൊരു നമ്പറിന്റെ സ്ക്വയർ ഈവൺ ആണെങ്കിൽ അതിന്റെ അർത്ഥം ആ നമ്പർ ഈവൺ ആയിരിക്കും. ഏതൊരു ഈവൺ നമ്പറിന്റെയും സ്ക്വയർ ഈവണും ഓഡ് നമ്പറിന്റെ സ്ക്വയർ ഓഡും ആയിരിക്കും. 2 സ്ക്വയർ കണ്ടോ ഈവൺ ആണ്, 4 സ്ക്വയർ ഈവൺ ആണ്, 6 സ്ക്വയർ ഈവൺ ആണ്. ഈവൺ നമ്പേഴ്സിന്റെ സ്ക്വയർ ഈവണും ഓഡ് നമ്പേഴ്സിന്റെ സ്ക്വയർ ഓഡുമാണ്. therefore p സ്ക്വയർ ഈവൺ ആണെങ്കിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം p യും ഈവൺ ആയിരിക്കും. ദാറ്റ് മീൻസ് p is equal to 2a ആണെന്ന് അസ്യൂം ചെയ്യും. അപ്പോൾ p is equal to 2a ആയിട്ട് അസ്യൂം ചെയ്താൽ നമുക്ക് 2q square is equal to 2a the whole square എന്ന് കിട്ടും. which means q square is equal to 2q square is equal to 4a square, which implies q square is equal to 2a square എന്ന് കിട്ടും. q square is equal to 2a square എന്ന് കിട്ടും. അതായത് q സ്ക്വയറും ഈവൺ ആണ്, അതിന്റെ അർത്ഥം qവും ഈവൺ ആയിരിക്കണം. ശരിയല്ലേ? ഈവൺ നമ്പേഴ്സിന്റെ സ്ക്വയർ മാത്രമേ ഈവൺ ആവുള്ളൂ. അപ്പൊ q സ്ക്വയർ ഈവൺ ആണെങ്കിൽ qവും ഈവൺ ആയിരിക്കണം. അതിന്റെ അർത്ഥം
√2 ഈസ് ഈക്വൽ ടു പി ബൈ ക്യൂ എന്നാണ് നമ്മൾ എഴുതിയത്. പിയും ഈവൺ ആണ്, ക്യൂവും ഈവൺ ആണെന്നാണ് നമുക്കിപ്പോ കിട്ടിയത്. പിയും ക്യൂവും ഈവൺ ആണെങ്കിൽ പി ബൈ ക്യൂവിന് കോമൺ ഫാക്ടർ 2 വരില്ലേ? ബിക്കോസ് ബോത്ത് ആർ ഈവൺ അല്ലെ. 2 വിൽ ഡിവൈഡ് ബോത്ത് പി ആൻഡ് ക്യൂ. അപ്പോൾ നമ്മളാണെങ്കിൽ സപ്പോസ് ചെയ്തത് പി ബൈ ക്യൂ ഈസ് ഇൻ ഇറ്റ്സ് ലോവസ്റ്റ് ടേംസ് ആണ്, കോമൺ മൾട്ടിപ്പിൾസ് ഒന്നും ഇല്ല, കോമൺ ഫാക്ടേഴ്സ് ഒന്നും ഇല്ല, സിംപ്ലസ്റ്റ് ഫോമിലാണ് നമ്മൾ പി ബൈ ക്യൂ എഴുതിയത് എന്നതാണ് അസ്യൂം ചെയ്തത്. അപ്പൊ നമ്മുടെ അസംഷൻ തെറ്റാണ്. ഇവിടെ ഒരു കോൺട്രഡിക്ഷൻ നമുക്ക് കിട്ടി. therefore √2 is irrational എന്ന് പറഞ്ഞ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. സോ ആ ക്വസ്റ്റ്യനും ക്ലിയർ ആയെന്ന് ഞാൻ അസ്യൂം ചെയ്യാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് if 5n plus 6 is odd then n is odd. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ വിപരീതമാണ് അസ്യൂം ചെയ്യണത്. സോ ഇഫ് 5n plus 6 is odd, 5n plus 6 ഓഡ് ആണെങ്കിൽ n ഓഡ് ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ സപ്പോസ് ചെയ്യുക ns ഈവൺ ആണെന്ന് സപ്പോസ് ചെയ്യുക. അപ്പൊ n ഈവൺ ആണെങ്കിൽ നമുക്ക് അതിനെ 2ന്റെ മൾട്ടിപ്ലൈ ആയിട്ട് എഴുതാം. ദാറ്റ് മീൻസ് ദർ എക്സിസ്റ്റ് an integer k such that n is equal to 2k. അപ്പൊ n is equal to 2k ആണെങ്കിൽ 5n plus 6ൽ n സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 5 into 2k plus 6 എന്ന് കിട്ടും. അതായത് 10k plus 6 which is equal to 2 into 5k plus 3 എന്ന് കിട്ടും. അതായത് 2ന്റെ മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ അത് ഈവൺ ആണെന്ന് നമുക്ക് കിട്ടി. പക്ഷെ നമ്മൾ അസ്യൂം ചെയ്തിട്ടുള്ളത് 5n plus 6 ഓഡ് ആണെന്നല്ലേ. നമ്മുടെ അസംഷന് തെറ്റായിട്ടുള്ള ഒരു രീതിയിൽ കോൺട്രഡിക്ഷനിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു. അതായത് നമ്മുടെ അസംഷൻ തെറ്റാണ്. therefore if 5n plus 6 is odd then n is also odd എന്നാണ് നമുക്ക് കിട്ടിയത്. So I hope this is also clear to you. ഇനി ലാസ്റ്റത്തെ പ്രൂഫ് ടെക്നിക് പ്രൂഫ് ബൈ കൗണ്ടർ എക്സാമ്പിൾ ആണ്. ഇതിൽ വേറെ ഒന്നുമില്ല, നമുക്ക് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് കാണിക്കാനായിട്ട് ആ സ്റ്റേറ്റ്മെന്റ് ഫോളോ ചെയ്യാത്ത ഒരു എക്സാമ്പിളിലൂടെ നമ്മൾ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, ഈ എക്സാമ്പിളിൽ ഈ സ്റ്റേറ്റ്മെന്റ് വാലിഡ് അല്ല എന്ന് കാണിക്കുന്ന ഒരു രീതിയാണ് പ്രൂഫ് ബൈ കൗണ്ടർ എക്സാമ്പിൾ. സോ നമുക്ക് നോക്കി നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, എവറി പോസിറ്റീവ് ഇൻഡിജർ ഈസ് ദ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് 2 integers. ഏത് പോസിറ്റീവ് ഇൻഡിജറിനെയും നമുക്ക് 2 integers സ്ക്വയറുകളുടെ സമ്മായിട്ട് എഴുതാൻ പറ്റും എന്നതാണ് പറയുന്നത്. സോ നമുക്കറിയാം 0 സ്ക്വയർ 0 ആണ്, 1 സ്ക്വയർ 1 ആണ്, 2 സ്ക്വയർ 4 ആണ്, 3 സ്ക്വയർ 9 ആണ്. സോ നമ്മൾ ഇവിടെ എടുക്കുന്ന പോസിറ്റീവ് ഇൻഡിജർ 3 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ 3നെ നമുക്ക് ഏതെങ്കിലും 2 ഇൻഡിജറിന്റെ സ്ക്വയേഴ്സിന്റെ സമ്മായിട്ട് എഴുതാൻ പറ്റുമോ എന്ന് നോക്കാം. നമ്മളിവിടെ നോക്കുമ്പോൾ 2 മുതലുള്ള സ്ക്വയേഴ്സ് 3നേക്കാളും വലുതാണ്. 3നേക്കാളും ചെറുതായിട്ടുള്ള 2 സ്ക്വയേഴ്സേ ഉള്ളൂ, 0യും 1ഉം ആണ്. അപ്പൊ നമ്മൾ 0യും 1ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടുന്നുള്ളൂ. എങ്ങനെ പോയാലും നമുക്ക് 3 എഴുതാനായിട്ട് പറ്റുന്നില്ല. അതായത് there is no way to get 3 as the sum of 2 terms. ശരിയല്ലേ? നമുക്ക് ഏതെങ്കിലും 2 ഇന്റിജേഴ്സിന്റെ സ്ക്വയറുകൾ ആഡ് ചെയ്യുമ്പോൾ 3 കിട്ടാനായിട്ട് ഒരു സാധ്യതയില്ല. therefore നമുക്ക് എല്ലാ പോസിറ്റീവ് ഇന്റിജേഴ്സിനെയും എഴുതാൻ 2 ഇന്റിജേഴ്സിന്റെ സ്ക്വയറിന്റെ സമ്മായിട്ട് എഴുതാൻ പറ്റില്ല എന്നുള്ളതിന്റെ ഒരു കൗണ്ടർ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഇത് കാണിക്കാൻ പറ്റും. therefore the given statement is false. അതേപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, പ്രൂവ് ഓർ ഡിസ്പ്രൂവ് ദാറ്റ് പ്രോഡക്റ്റ് ഓഫ് 2 irrational numbers is irrational. ഏത് 2 ഇറാഷണൽ നമ്പേഴ്സ് എടുത്താലും അവരുടെ പ്രോഡക്റ്റ് ഇറാഷണൽ ആണെന്നാണ് പറയണേ. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ √2 എടുത്തു. √2 ഒരു ഇറാഷണൽ നമ്പർ ആണ്. അതേപോലെ വീണ്ടും √2 തന്നെ എടുക്കുക, അതും ഒരു ഇറാഷണൽ നമ്പർ ആണ്. വാട്ട് ഇസ് √2 into √2? നമുക്കറിയാം 2 ആണ്, ആൻഡ് 2 is rational. ഇവിടെ അവർ പറഞ്ഞിട്ടുള്ളത് ഏത് 2 ഇറാഷണൽ നമ്പേഴ്സ് എടുത്താലും നമുക്ക് ഇറാഷണൽ തന്നെ കിട്ടണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇതൊരു കൗണ്ടർ എക്സാമ്പിൾ ആണ്. therefore നമ്മൾ ഇതും കൗണ്ടർ എക്സാമ്പിളിലൂടെ തെളിയിച്ചു കഴിഞ്ഞു. ദ സ്റ്റേറ്റ്മെന്റ് ഇസ് ഫാൾസ്. സോ അതും ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. So therefore ഇത്രയേ ഉള്ളൂ. താങ്ക് യു.